കൊടകര കുഴൽപ്പണ കേസിലേക്ക് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ 24 നടത്തിയ രഹസ്യ മൊഴി ഉണ്ടല്ലോ. ആ മൊഴി നമ്മൾ സംപ്രേഷണം ചെയ്തതോടെയാണ് ഈ വിവാദം കത്തിപ്പടർന്ന് അദ്ദേഹത്തിൻ്റെ രഹസ്യമൊഴി, അതായത് BJP ഓഫീസിലേക്ക് പണം കൊണ്ടുവന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ രഹസ്യമൊഴി ആദ്യം അദ്ദേഹം ആഷ്മി താജ് ഇബ്രാഹിമിനോട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അദ്ദേഹം കോടതിയോട് അത് വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹം ഈ മൊഴി രേഖപ്പെടുത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് 6.5 കോടി രൂപ കടത്തിക്കൊണ്ടുവന്നു എന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് ആഷ്മി താജ് ഇബ്രാഹിമിനോട് വെളിപ്പെടുത്തിയത്. 24 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സൂരജ് സജി കൂടുതൽ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തിരൂർ സതീഷ് 24 നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ അത് രഹസ്യമൊഴിയായി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അപേക്ഷ നൽകിയത്. ആ അപേക്ഷ പ്രകാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അനുമതി ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ നോട്ടീസ് തിരൂർ സതീഷിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലുള്ള പുനരന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. 24 കഴിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ഓഫീസിലേക്ക് 6.5 കോടി രൂപ ചാക്കുകെട്ടുകളിൽ എത്തിച്ചു എന്നുള്ളതായിരുന്നു തിരൂർ സതീഷിന്റെ മൊഴി. ഈ പണം എത്തിച്ച ധർമ്മരാജൻ ഇതിന് മുന്നോടിയായി BJP ഓഫീസിലെത്തുകയും അവിടെ വച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമായും ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അതിനുശേഷം ഇലക്ഷൻ മെറ്റീരിയൽസ് എത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് ധർമ്മരാജനെ ഇരുവരും പരിചയപ്പെടുത്തി എന്നുള്ളതുമായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിൽ പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഈ തിരൂർ സതീശന്റെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്നതിലേക്ക് കടന്നിരിക്കുന്നത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതോടുകൂടി ഈ പുനരന്വേഷണം അതിന്റെ ഏറ്റവും തീവ്രതയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മൊഴിയിൽ ചില നേതാക്കളുടെ അടക്കം പേരുകളുണ്ട്, ചില തെളിവുകൾ തിരൂർ സതീഷ് കൈമാറിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ നേതാക്കളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കം സാക്ഷികളായിരുന്നു. ഈ കേസിൽ സാക്ഷികളായ പലരും എന്തുകൊണ്ട് പ്രതികളായില്ല എന്നുള്ളതായിരുന്നു തിരൂർ സതീഷ് വെളിപ്പെടുത്തലിന് പിന്നാലെ ചോദിച്ചത്. ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയാൽ ഇതിൽ സാക്ഷികളായ പലരും പ്രതികളായേക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് വൈകുന്നേരം 24 തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൽ ആ വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തും. സൂരജ് സജി, വളരെ സ്ഫോടകാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ് അന്ന് ഈ തിരൂർ സതീഷ് നടത്തിയത്. എന്തായാലും ഇന്ന് കോടതിയുടെ മുന്നിലും ഇത് പറയാൻ പോകുന്നു.